ഭൂരിപക്ഷം മുസ്ലിങ്ങളോട് ചോദിച്ചാലും പടച്ചോൻ എവിടെയെന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ, പടച്ചോൻ ഇവിടെയൊക്കെ ഉണ്ട് എന്നാണ് പറയാം. അങ്ങനെ ഒരു വിശ്വാസം തന്നെ ഇസ്ലാമിലില്ല. പടച്ചോൻ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ് പടച്ചോൻ എന്നുള്ളത്, അങ്ങനെ ഒരു അക്കീദ ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു അക്കീദ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അള്ള ഇവിടെയൊക്കെ ഉണ്ട്. കള്ളു ഷാപ്പിലും അള്ളുണ്ട്, ബ്രാൻഡി ഷാപ്പിലും അള്ളുണ്ട്, കക്കൂസിലും അള്ളുണ്ട്, ബാങ്കിലും അള്ളുണ്ട്. അങ്ങനെ ഉണ്ട് അള്ള ലോടുത്തുണ്ട്, അവിടെയൊക്കെ ഉണ്ട് വരേണ്ടി വരും. അങ്ങനെ അള്ളല്ല. അള്ളാഹു ആകാശത്താണ്. അള്ളാഹു അലൽ അർശി ഇസ്തവ, അള്ളാഹു അർശിൽ ആരോഹണം ചെയ്തവനാണ്. അപ്പോൾ അള്ളാഹു അവൻ്റെ ദാത്ത് കൊണ്ട് അള്ളാഹു അർശിൻ്റെ മുകളിലാണ്. പക്ഷേ അള്ളാഹു അവൻ്റെ സിഫത്ത് കൊണ്ട്, നാമഗുണവിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു അറിയുന്നവനാണ് എന്ന നാമഗുണവിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളബടല്ല. നിങ്ങൾ നോക്കി, ഖുർആൻ്റെ പ്രയോഗം മുഴുവൻ അങ്ങനെയാണ്. അള്ളാഹു ഖുർആൻ ആകാശലോകത്ത് നിന്ന് ഇറക്കി എന്നാ പറയണത്. അപ്പം അള്ളാഹു മേലെന്ന് താഴത്തേക്കാണ് ഇറക്കിയത്. അള്ളാഹു ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തുന്ന പറഞ്ഞത്. അപ്പം ഈസാ നബി താഴത്തുനിന്ന് മേലേക്ക് പോകുന്നതാണ് അതിനകത്ത്. അപ്പം അള്ളാഹു മേലെയാണ്. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന പറഞ്ഞത്. അപ്പം അള്ളാഹു മേലെയാണ്, അള്ളാഹു ഇറങ്ങാണ് താഴത്തേക്ക്. അല്ല, അള്ള ഇവിടെ ഒന്നുമില്ല. അങ്ങനെ ഒരു അക്കീദ ഇസ്ലാമിലില്ല. ഒരു സ്ത്രീനെ നബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അവർ വിശ്വാസിയാണോ അല്ലേന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹാബത്ത് നബിനോട് ചോദിക്കുകയാണ്. അപ്പം നബി ഒറ്റ ചോദ്യമാണ് ചോദിച്ച്. നബി അക്കീദ മുഴുവൻ പഠിപ്പിച്ചിട്ടില്ല. നബി തൗഹീദ് റുബൂബിയത്തും തൗഹീദ് അസ്മാഉ സിഫത്തിൻ്റെ ആയത്തൊന്നും ചോദിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ആ പെണ്ണിനോട് ആകെ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, അയിനല്ലാ, അള്ള എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് ആകാശത്തേക്ക് ചൂണ്ടി, അല്ലാഹ് ഫിസ്സമ, അള്ളാഹു ആകാശത്താണെന്നുള്ളൂ. അപ്പോൾ നബി പറഞ്ഞ എന്താണ്, ഓളെ വിശ്വാസം ശരിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതെത്ര ആൾക്കാർക്കറിയാം. അപ്പോൾ അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ്, അവൻ എങ്ങനെ നന്ദി കാണിക്കണമെന്ന അറിവ്, അത് പ്രവാചകന്മാർ പഠിപ്പിച്ച വഹിയാണ്. അത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റൂല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കി, വഹി എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അള്ളാഹിൻ്റെ റസൂല് മരിക്കണ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അന്ത്യനിമിഷങ്ങൾ കേട്ട്, അത് കണ്ടത് വായിച്ച്, അത് കേട്ട് അല്ലെങ്കിൽ അത് വായിച്ച് കരയാത്തവരുണ്ടാവില്ല. ഒരു വിശ്വാസിയുടെ കണ്ണിൽ നിന്ന് മിനിമം 2 കണ്ണീരെങ്കിലും നബിൻ്റെ അവസാനങ്ങൾ കേൾക്കുമ്പം അല്ലെങ്കിൽ വായിക്കുമ്പം വരും, ഉറപ്പാണ്. അങ്ങനത്തെ എമോഷണലായ രംഗങ്ങളാണ് അവസാനം. ആയിഷ ബീവി കരയുണ്ട് ലാസ്റ്റ്. നബി ആയിഷ ബീവിൻ്റെ മടിയിൽ വെച്ചിട്ടാണ്, തല ചായ്ച്ച് വെച്ചിട്ടാണ് കിടക്കണത്. അങ്ങേയറ്റത്തെ അവശനാണ്, നിൽക്കാനോ നടക്കാനോ പറ്റണില്ല, പള്ളിയേക്ക് പോകണില്ല, കിടക്കുകയാണ്. അങ്ങനെ അവസാനം ഒരു മിസ്വാക്ക് ഇങ്ങനെ ആയിഷ റളിയല്ലാഹുവിനെ ചവച്ചതിൻ്റെ സോഫ്റ്റാക്കിയിട്ട് നബിൻ്റെ വായിൽ വെച്ചെടുത്ത് ആ മിസ്വാക്ക് പല്ല് തേച്ച് നബി ഇലാ റഫീഖിൽ അഅ്ല, ഉന്നതനായ അള്ളാഹുവിലേക്ക് എന്ന് കണ്ണടക്കുമ്പം ആയിഷ റളിയല്ലാഹുവിനെ കരയുന്നുണ്ട്. ഒരു ഭർത്താവ് മരിച്ചതിൻ്റെ കരച്ചിലല്ല. നമ്മൾ വിചാരിച്ചു മാപ്പിള മരിച്ച പെണ്ണുങ്ങൾ കരയല്ലോ, അതല്ല. ആയിഷ റളിയല്ലാഹുവിന് പിന്നെ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് കരഞ്ഞത് എന്ന്. എന്തിനാ കരഞ്ഞത്? ആകാശലോകത്തു നിന്ന്, സ്വർഗലോകത്തു നിന്ന് ഭൂമിയിലേക്ക് വന്നിരുന്ന വഹ്യ് നിലച്ചു പോയല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. കാരണം നമുക്ക് ആ വഹ്യിൻ്റെ വില മനസ്സിലായിട്ടില്ല. ആയിഷ ബീവിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ആയിഷ ബീവി ആ വഹ്യിന് പലപ്പോഴായിട്ട് സാക്ഷിയായിട്ടുണ്ട്. നിങ്ങൾ നോക്കി, നിങ്ങൾ സൂറത്ത് മുജാദലൻ്റെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കേണ്ടി. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. ഒരു മനുഷ്യനെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന ആ സംഭവം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ വീട്ടിൽ ഒരു സ്ത്രീ വന്ന് തർക്കിക്കുകയാണ് നബിനോട്. അതിൻ്റെ ഭർത്താവ് അതിനെ ഡൈവോഴ്സാക്കി. അപ്പോൾ ആ ഡൈവോഴ്സ് ആക്കിയതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രശ്നമാണ്. അത് നബിനോട് പറഞ്ഞു കണ്ട് ആ സ്ത്രീ തർക്കിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു നബിൻ്റെ വീട്ടിലുണ്ട്. ഒരു മറക്ക് ബാക്കിലാണ് ആയിഷ ബീവി ഉള്ളത്. ആരാണ് ഇവിടെ വന്നത് എന്നറിയില്ല, എന്താണ് ഇവിടെ നടക്കണ സംസാരം എന്ന് വ്യക്തമായി കേൾക്കണമില്ല. പക്ഷെ ഒരു കാര്യം ആയിഷ ബീവിക്ക് മനസ്സിലായി, ഒരു പെണ്ണ് വന്നിട്ട് നബിനോട് എന്തോ തർക്കിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. കാരണം ഒരു ഉറക്കനെ സംസാരിക്കുന്നുണ്ട് നബിനോട്, തർക്കിക്കണ പോലെ. അപ്പം ആ മറക്ക് പിന്നിൽ നിന്ന് ആരാണ് വന്നത് എന്നോ എന്താണ് പറയുന്നത് എന്ന് പോലും വ്യക്തമല്ലാതെ ഏതോ ഒരു സ്ത്രീ നബിയോട് തർക്കിക്കുന്നു എന്ന് മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് മനസ്സിലായത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം, ആ തർക്കം അങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പം ആകാശലോകത്ത് നിന്ന് വഹി ഇറങ്ങണം. എന്താണ് വഹി? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. നബിയേ,
തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിച്ച ആ സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന്. ഏത് ഒരു മറക്ക് ബാക്കിൽ നിന്ന് ആയിഷ ബീവി കേൾക്കാത്ത വാക്ക് 7 ആകാശങ്ങൾക്ക് മുകളിൽ അള്ളാഹു കേട്ടിട്ട് അതിൻ്റെ ഉത്തരം ഇറക്കിയേക്കാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അത് ആ ആയത്ത് കേൾക്കുമ്പം സഹോദരങ്ങളെ ആയിഷ ബീവിക്ക് കോരിത്തരിക്കൂലേ? കാരണം ഒരു മറക്ക് ബാക്കിൽ നിന്ന് എന്താന്ന് കൂടി മനസ്സിലാണില്ല ഇവിടെ. എന്നിട്ട് ആകാശത്തുനിന്ന് വഹി ഇറങ്ങാണ് എന്താണ് ഇവിടെ നടന്നത് എന്ന്. സഹോദരങ്ങളെ, അങ്ങനെ പല വഹിയുകൾക്കും സാക്ഷിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു നബി മരിച്ചപ്പം. എന്തിന്? വഹി നിലച്ചു പോയല്ലോ എന്ന സങ്കടം കൊണ്ട്. അതുകൊണ്ട് ഖുർആനാകുന്നൊരു വഹി നമ്മുടെ മുമ്പിലുണ്ട്. അതിങ്ങനെ മൂസാ നബിൻ്റെ തൗറാത്തുമാരി ഒരൊറ്റ ഗ്രന്ഥമായി അവതരിച്ചതല്ല വഹി എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാണ്? അത് ഘട്ടം ഘട്ടമായി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നബിൻ്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളും നോക്കി വിശുദ്ധ ഖുർആൻ നിങ്ങളിങ്ങനെ ഓതുമ്പം അതിലെ ഓരോ സൂറത്തുകൾ, ഇപ്പോൾ സൂറത്തു ആലു ഇമ്രാൻ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഉഹുദ് യുദ്ധം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ആ ആയത്തുകൾ നമ്മളോട് ഒരു ഉഹുദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കുന്ന ആയത്തുകളാണ് അതിൽ. നിങ്ങൾ സൂറത്ത് അംഫാൽ എടുത്ത് ഓതി നോക്കി, ബദർ യുദ്ധമാണ് അതിൻ്റെ തുടക്കത്തിൽ. ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ സൂറത്ത്. അപ്പോൾ ഒരു ബദർ യുദ്ധത്തിന് നമ്മൾ അതിൻ്റെ സൈഡിൽ എവിടെയോ നമ്മൾ നിന്ന് ആ യുദ്ധത്തിന് സാക്ഷിയാകുന്ന ആ രംഗങ്ങൾ മൊത്തം നമ്മളെ മനസ്സിലേക്ക് കടന്നു വരുന്ന രൂപത്തിലാണ് സൂറത്തു അംഫാൽ. ഓരോ സൂറത്തുകളും ഓരോ ആയത്തുകൾക്കും ഓരോ പശ്ചാത്തലമുണ്ട്. ഇതൊന്നും വെറുതെ ഇറങ്ങിയത് ആകാശത്ത് ഇങ്ങനെ ഇട്ടുന്നതല്ല. കൂന് ചാടണമാരി, കൂന് പൊന്തണമാരി ഓരോ ആയത്ത് ഓരോ നേരത്ത് പൊന്തി വന്നതല്ല. ഓരോ പ്രശ്നങ്ങളിൽ, ഓരോ പ്രതിസന്ധികളിൽ, ഓരോ ജീവിതഘട്ടങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണമെന്നുള്ള ഒരു പ്രായോഗികമായ ഗ്രന്ഥമായിട്ടാണ്, വ്യത്യസ്ത ആയത്തുകളായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. ആ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് എങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത്, ആ ആയത്ത് എങ്ങനെയാണ് പ്രയോഗവൽക്കരിച്ചത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ജീവിതം. അതാണ് ഹദീസ്. നിങ്ങൾ നോക്കി എങ്ങനെ നിസ്കരിക്കുക. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ഒരു നമസ്കാരത്തെ പറ്റി ഖുർആൻ പറയുന്നില്ല. അവിടെ നിസ്കരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അഖാമുസ്സലാത്താന്നാ പറഞ്ഞത്. നിങ്ങൾ നമസ്കാരത്തെ നേരെയാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ നിസ്കരിക്കുക? അതുകൊണ്ടാണ് ചേകന്നൂരിന് വഴിതെറ്റിപ്പോയത്. ചേകന്നൂർ പറഞ്ഞാൽ എന്താ, അങ്ങനെ നിസ്കാരം 5 വക്തില്ല, അത് 3 വക്തുള്ളൂ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുമില്ല, പടച്ചോൻ ഓർത്താൽ മതിയെന്നായി. അതൊക്കെ പറയാൻ കാരണം എന്താ? ഖുർആനിൽ അങ്ങനെ നിസ്കാരത്തെ പറ്റി പറയണില്ല. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്നൊരു നമസ്കാരത്തെ പറ്റി ഖുർആൻ പറയണില്ല. അതെവിടുന്നാ കിട്ടുക? അത് നിസ്കരിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അത് ഹദീസിലുള്ള നബി ഇങ്ങനെ കൈയെട്ടി, നബി നെഞ്ഞത്ത് കൈവച്ചു, നബി ഇന്ന പ്രാർത്ഥന, നബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് ഫാത്തിഹ തുടങ്ങി. ഉറക്കെ ഓതിയത് അൽഹംദുലില്ലയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കെ ബിസ്മി ഓതാത്തത്. ഇത് വെറുതെ ഓരോരോ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി ഓതാതൊക്കെ അല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മി പതുക്കോതാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ തുടങ്ങിയത് അൽഹംദു കൊണ്ടാണ് എന്ന് ഹദീസുണ്ട്. ഉറക്ക ഓതിയത് അൽഹംദു ആണ്, ബിസ്മി ഓതിയത് ഒരു കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ബിസ്മി മെല്ലെ ഓതുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുർആനിനെ നമുക്ക് ജീവിച്ച് കാണിച്ചെന്നു. അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ. നിങ്ങൾ അത്രയും കാലം ആലോചിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ലോകാവസാനം വരെ നിലനിൽക്കുന്ന വഹിയാണ് ഖുർആനും അതിൻ്റെ വിശദീകരണമാണ് നബിയുടെ ഹദീസും. അതാണ് അത് വള്ളി പുള്ളി മാറ്റല്ല. അത് ആർക്കാണ് അവതരിച്ചത്? അത് സഹാബത്തിനാണ്. ആരാണ് സഹാബികൾ? അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്. ആ തൃപ്തിപ്പെട്ട ആദ്യത്തെ ജനറേഷൻ അവർക്കാണ്. കാരണം അവരുടെ മനസ്സങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം നബി സദസ്സെന്ന് പറയുമ്പം അതവരെ ഏറ്റെടുക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹിൻ്റെ ഹദീസുകൾ കണ്ടിട്ടില്ലേ? തറാവീഹിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 2-3 ദിവസമേ തറാവി നിസ്കരിച്ചിട്ടുള്ളൂ. ആദ്യ ഒരു ദിവസം വന്ന് നിസ്കരിച്ചു. അപ്പോൾ അവിടെ എല്ലാ ആൾക്കാരൊക്കെ അതിൽ കൂടി. ഓരെന്ത് പറഞ്ഞു? ഓര് പുറത്ത് പിന്നെ പിറ്റേന്ന് പോയിട്ട് പറഞ്ഞു, നബി ഇന്നലെ രാത്രി ഇശാക്ക് ശേഷം ഒരു രാത്രി നിസ്കാരം പള്ളിക്കന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മൊത്തം ജനങ്ങൾ കൂടിളകി വന്ന്, സഹാബത്ത് മൊത്തം. അങ്ങനെ 2-ാമത്തെ ദിവസം വമ്പൻ ജനങ്ങളായിരുന്നു പള്ളിക്ക്. 3-ാമത്തെ ദിവസം നബി വന്നില്ല. എന്തേ വരാഞ്ഞ്? എല്ലാവരും പള്ളിക്ക് കുത്തിരിക്കുക. ഈ വന്ന ആൾക്കാരും മുഴുവൻ, നിങ്ങൾക്കറിയാം, മദീനത്ത് പോയവർക്കറിയാം, മിമ്പറും നബിൻ്റെ വീടും തമ്മിൽ തീരെ ദൂരല്ല. ഒന്ന് പാടി വയ്ക്കിയാൽ മതി. ഒരു കർട്ടൻ്റെ മറവിലാണ് നബി കിടന്നുറങ്ങണത്.
ഒരാൾ പോലും ചോദിച്ചില്ല എന്തെങ്കിലും വരാത്തത് നിസ്കരിച്ചാന്ന്. സുബൈക്ക് നബിക്ക് പള്ളിക്ക് വന്നപ്പോൾ എല്ലാവരും കൊണ്ട് ഉറക്കൊഴിച്ച് കുത്തിരണ്. നിങ്ങളാരും പോയിട്ടില്ല ചോദിച്ചു. അല്ല ഞങ്ങൾ നിങ്ങളൊന്ന് നിസ്കരിച്ചാൽ വരും വിചാരിച്ചിരിക്കുകയാണ്. അത് ഞാൻ വരാഞ്ഞെന്താ അറിയോ, നിങ്ങളൊക്കെ കൂടി കണ്ടപ്പോഴേ ഇതിപ്പോൾ പടച്ചോനങ്ങോട്ട് നിർബന്ധമാക്കിയാലേ നിങ്ങളെ കൊണ്ട് പറ്റും. ഇനി വരാൻ പോണ കൗമിനെ കൊണ്ട് ഇതൊന്നും കഴിഞ്ഞോളന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞാറുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നിസ്കാരമല്ലായിരുന്നു, നിങ്ങളെല്ലാം പോയി നിസ്കരിച്ചോളിയായിരുന്നു. ഇവിടെ പള്ളിക്കല്ലായിരുന്നു. അബൂബക്കറിന്റെ കാലത്ത് പിന്നെ നിസ്കാരമല്ല. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ രണ്ടാമത് വീണ്ടും ജമാഅത്ത് കൊണ്ടുവന്ന് തമീമുദ്ദാരിനെയും ഉബയ്യിബ്നു കഅബിനെയും ഇമാമാക്കി ഉമർ റളിയല്ലാഹു രണ്ടാമത് തറാവി കൊണ്ടുവന്ന്. പക്ഷെ ഉമർ റളിയല്ലാഹു പറഞ്ഞ കാരണം എന്താണ്? നിർബന്ധമാക്കാൻ ഇനിവിടെ സാധ്യതയല്ല. കാരണം ഇനിവിടെ വഹി വരാൻ പോണില്ല, നബി മരിച്ചുപോയി. അവിടെ ഇനിത് നിർബന്ധമാക്കണ പേടി, നബി പേടിച്ച പേടി നമുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോളിയാറ്. അപ്പം ഞാനത് പറഞ്ഞു വന്നെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്ത് അവർ കാത്തിരിക്കുന്നു നബി നിസ്കരിച്ചാൽ വരും. നിങ്ങൾക്ക് പറ്റുമോ? നേരം വെളുക്കോളം ഇവിടെ ചോദിച്ചാൽ മതി. നമ്മൾ 10ൻ്റെ ഇമാമിനെ കാണാൻ എന്താ ഈ 5ൻ്റെ ഞാൻ എത്തവൻ കടന്നുറങ്ങുക, കൂലി എടുക്കില്ലോന്. പണ്ട് കോട്ടക്കൊരു ചങ്ങായി അസറിന് ഇടക്കിടക്കും അസറിന് ബാങ്കും കേൾക്കൂല. അപ്പോൾ ഈ പള്ളിക്ക് ഈ സ്ഥിരമായിട്ട് പള്ളിക്ക് വരുന്ന തന്താരുണ്ടാവും. കുറ്റം പറയില്ല കേട്ടോ. അപ്പോൾ ഓൽക്ക് ബാങ്ക് മിസ്സായാൽ മനസ്സിലാവും. ഓല് വന്നുകാണ്ട് ചോദിച്ചു എന്താണ് ബാങ്ക് കൊടുക്കാത്തത്. അപ്പോൾ ഓൻ ഉറങ്ങിപ്പോണാണ്. അപ്പോൾ പെരും കച്ചറ. ഓൻ പൈസ എടുത്ത് പോകാം. അപ്പോൾ അവസാനം ഓൻ പറഞ്ഞാൽ തരോ അസറിൻ്റെ പൈസ കുറച്ചളിയും. അസറിൻ്റെ പൈസ കുറച്ചെന്നളിയും, എന്നാലും ഞാൻ നീച്ചൂല. ഇത് നിങ്ങൾ വായിച്ചോക്കി, ഇവിടെ ആൾക്കാർ നേരം വെളുക്കോളം സുബൈയാകോളം സഹാബത്ത് ഇരിക്കുകയാണ് നബിനെയും കാത്ത് നിസ്കരിച്ചാൽ. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ചില എൻ്റെ ഒരു കൂട്ടുകാരിടക്ക് ചോദിക്കുന്നു, നമ്മളൊക്കെ അക്കാലത്ത് ജീവിച്ചാൽ മതിയല്ലോ, അല്ലെ സഹാബിയറ്റ് ആയാൽ മതി, വെറുതെ നിന്നാൽ മതി, ഞാൻ കൂട്ടത്തൂടെ പോയിക്കോളും. അത് നമ്മളാവൂല. കാരണം എന്താ വെച്ചാൽ ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ അള്ളാഹു മുകളിൽ നിന്ന് ലോകത്ത് ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് നോക്കി എന്നാണ്. എല്ലാവരും ഇനി ജനിക്കാൻ പോണ മുഴുവൻ മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നോക്കി. സഹിയായ ഹദീസാട്ടോ. എന്നാൽ ഏറ്റവും ഹൃദയമുള്ള കുറച്ച് ആൾക്കാരാണ് സഹാബികളാക്കി വെച്ചത്. ആ കൂട്ടത്തിൽ നിന്ന് ജനിക്കാൻ പോണ മുഴുവൻ മനുഷ്യന്മാരിലും നല്ല ഹൃദയമുള്ള മനുഷ്യന്മാരെയാണ് സഹാബികളാക്കി വെച്ചത്. ഓരെയാണ് നബി, ഓല കൂട്ടത്തിക്കാണ് നബിനെ വിട്ടുകണത്. അപ്പോൾ അതുകൊണ്ട് ആ ബേജാരം വേണ്ട. ഓല് തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആ മനസ്സുള്ളതുകൊണ്ടാണ് ഓല് റളിയല്ലാഹു അൻഹു നമ്മൾ പറയണം. നമ്മളെ കൊണ്ട് ഇതിന് പറ്റും. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ഒരു 10 കഴിഞ്ഞാൽ പോയി നോക്കൂല എന്താ വരാത്തത്. ഒരു സുബൈക്ക് നബിന് വന്നപ്പോഴാണ് നോക്കി, നബി എന്ന് നിങ്ങൾ പോയിട്ടില്ലല്ല, ഞങ്ങൾ നിങ്ങളെ കാത്തിക്കുന്നു, നിങ്ങൾക്ക് പറ്റുമോ? അതുകൊണ്ടാണ് ഒരു സഹാബിയായത് റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞത്. അങ്ങനെ ദീനിൻ്റെ കാര്യത്തിൽ മത്സരിച്ചവരായിരുന്നു. നിങ്ങൾ ആലോചിക്ക്, ഇത്ര 1,00,000 ചില്ലാന സഹാബിമാരും ഹജ്ജത്തുൽ വദാ നബിൻ്റെ ലാസ്റ്റ് ഹജ്ജിന് നബിൻ്റെ കൂടെ പോയിക്കണ്. പക്ഷേ നിങ്ങൾ മദീനത്ത് പോയി നോക്കി, ആകെ 10,000 കുറഞ്ഞ സഹാബിമാരുടെ ഖബറേ അവിടെ കാണുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ സഹോദരങ്ങളെ, ബാക്കിയൊക്കെ വിശാലമായ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഓരോരോ സ്ഥലങ്ങളിൽ ഗവർണർമാരുമായിട്ട് ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി പോയി. ഒരാരും ജന്മനാട്ടിലേക്ക് വന്നിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. അവരൊക്കെ അവിടെ മറവ് ചെയ്യപ്പെടുകയുണ്ടായത്. അപ്പം അങ്ങനെ ദീനിനെ സ്നേഹിച്ചവരായിരുന്നു സഹാബത്ത്. അപ്പം ആ സഹാബികൾക്കിടയിലേക്കാണ് ഖുർആൻ അവതരിക്കുന്നത്. അവരാണ് അതിനെ ജീവിപ്പിച്ചത്, അവരാണ് താബിയുകൾക്ക് പഠിപ്പിച്ചത്. അതിങ്ങനെ വെറും ഒരു വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടാക്കിയത് എന്ന് ഖുർആൻ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. സൂറത്ത് ജുമയിലൊക്കെയുള്ള ആയത്തില്ലേ, യത്ലൂനൽ കിതാബ, കിതാബ് ഓതിക്കൊടുത്തു എന്നാ പറഞ്ഞത്. അള്ളാഹിൻ്റെ റസൂൽ ഓരോ ഖുർആൻ കൊണ്ട് മാറ്റിയത്, വഹി കൊണ്ട് മാറ്റിയത് എങ്ങനെയാണ്? ഓർക്ക് ആ വഹി ഇങ്ങോട്ട് ഓതിക്കൊടുത്തു. എന്നിട്ടോ വയുഅല്ലിമുഹുമുൽ കിതാബ, അവരെ ഓതിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അവസാനിപ്പിക്കണില്ല. അവരെ കിതാബ് പഠിപ്പിച്ചു എന്നാണ്. നമ്മളും മാറേണ്ടത് അങ്ങനെയാണ്. ഇമാം മാലിക് പറഞ്ഞതുപോലെ ലോകാവസാനം വരെയുള്ള ഏതൊരു ജനതയെയും ജനത്തെയും മാറ്റണമെങ്കിൽ ഇന്നും ആ വഹി കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ എന്തൊക്കെ ഗോഷ്ട് കാട്ടി ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ നോക്കിയാലും അവർ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകും. നിങ്ങൾ കുറേ മുട്ടായി കൊടുത്താലും അല്ലെങ്കിൽ നിങ്ങൾ കിറ്റ് കൊടുത്തിട്ട് നമ്മൾ ഒരാളെ മതത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല. കാരണം ആ കിറ്റ് കഴിയുമ്പോൾ എൻ്റെ വഴിക്ക് പോകും. അങ്ങനെയല്ല ഇവിടെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തത്. ഈ അന്ധകാരത്തിൽ ആ മണലാരണ്യത്തിൽ ആ കാട്ടറബികൾക്കിടയിൽ ഒരു വലിയ സമൂഹത്തെ 23 വർഷം കൊണ്ട് എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന സംഭവം അള്ളാഹു സൂറത്ത് ജുമയിലും മറ്റു സൂറത്തുകളിലൊക്കെ പറയുന്നുണ്ട്. യത്ലൂനൽ കിതാബ, കിതാബ് ഓതിക്കൊടുത്തു. അള്ളാൻ്റെ റസൂൽ അവർക്ക് ഇങ്ങനെ ആയാത്തിഹി, അള്ളാൻ്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തു. എന്നിട്ടോ വയുഅല്ലിമുഹുമുൽ കിതാബ്, ഒരാ കിതാബാണ് പഠിപ്പിച്ചൊക്കെയാണ്.
ഖുർആൻ ക്ലാസ് എടുത്തിട്ട് തന്നെ പഠിപ്പിച്ചേക്കാണ്, തഅലീം നടത്തിയേക്കാണ്. അല്ലമഹുമുൽ കിതാബ എന്നാണ്. വായിച്ചെടുത്തൊക്കെ മാത്രമല്ല, അങ്ങനെ ഓതിപ്പോയേക്കല്ല. എന്നിട്ട് എന്താ ഉണ്ടായത്? വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. ഈ 3 സ്റ്റെപ്പ് വേണം. അത് ഓതി പഠിക്കണം, അത് ഓതണം. 2 അത് പഠിക്കണം. 3 അതനുസരിച്ച് ജീവിച്ച് മാറ്റമുണ്ടാക്കി കാണിച്ചു കൊടുക്കണം. ഈ 3 സ്റ്റേജിലൂടെ ആ ഖുർആൻ, ആ വഹി കടന്നു പോയിട്ടുണ്ട്. വെറും ഒരു ആകാശത്തിന് വഹി ഇട്ടൊക്കെയല്ല, ആ വഹി കേട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ അവരെ ഏറ്റു പറഞ്ഞ് അതവർ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹിൻ്റെ റസൂലിന് ഖുർആൻ ഇറങ്ങിയപ്പം നബിക്ക് എന്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ലാ തുഹർരിക് ബിഹി ലിസാനക എന്നുള്ള ആയത്തുണ്ട് ഖുർആനിൽ. ആ ആയത്തിൻ്റെ തഫ്സീറൊന്ന് വായിച്ചു നോക്കണ്ടി. കരയും ചിലപ്പോൾ നിങ്ങൾ കരഞ്ഞിട്ട് കണ്ണീര് വരും. കാരണം അതൊരു വഹി ഇങ്ങോട്ട് വരുമ്പം നബിക്ക് ടെൻഷനാകുകയാണ്, ഈ വഹിയറ്റ മറന്നു പോകുമെന്ന്. എന്നിട്ട് നബി പിന്നെ ഇങ്ങനെ ചെല്ലുകയാണ്. ഈ വന്ന വഹി മറന്നു പോകാതെക്കാൻ വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് നാവിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നബി. അപ്പം അള്ളാഹ് പറയാണ്, ലാ തുഹർരിക് ബിഹി ലിസാനക, നബിയെ ഇങ്ങനെ നാവിട്ട് അടിച്ചിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഞാനാണ് ബൈഹാർട്ടാക്കി തരാം, നിങ്ങൾ ചൊല്ലി പഠിച്ചണ്ടാന്ന്. അപ്പം നബി അത്ര എഫർട്ട്, ഞാൻ പറഞ്ഞെന്താ അറിയോ, നബി പോലും അത്ര എഫർട്ട് ഖുർആൻ പഠിക്കാൻ എടുത്തിട്ടുണ്ട്. നമ്മളെന്താ ഒരു സഹോദരനെ കഴിഞ്ഞ ദിവസം ചോദിക്കാണ്, എന്താണ് ഒതു വേണോ ഖുർആൻ ഓതാൻ. അപ്പോൾ അത് ഖുർആൻ ഓതാൻ ഒതുവിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നിർബന്ധമല്ല, ഓതൽ മുസ്തഹബേ ഉള്ളൂ, അതും മുസാഫ് തൊടാൻ മുസ്തഹബേ ഉള്ളൂ, ഓതുനീന് നിർബന്ധമല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ മൂപ്പരെ കാണാനില്ല. മൂപ്പര് പോയിട്ട് അൽക്കഫ് ഓതാൻ വെള്ളിയാഴ്ച രാവിലെ സംഭവം. അപ്പോൾ മൂപ്പര് കുറച്ച് നേരം മിസ്സിങ് ആണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്നപ്പം ചോദിച്ചു, ഖുർആൻ ഓതാൻ പോയതാണോ ചോദിച്ചു. ആ ഖുർആൻ ഓതാൻ പോയത്. അപ്പോൾ എന്താ ഇപ്പോൾ ചോദ്യം ചോദിച്ചു. ആ സൂറത്തുൽ കഹ്ഫ് എന്ന് വെള്ളിയാഴ്ച അല്ലേ, അൽക്കഫിൻ്റെ അർത്ഥം എന്താ ചോദിച്ചു. 12 വരെ മദ്രസ പഠിച്ച ആളാണ്, അൽക്കഫിൻ്റെ അർത്ഥം അറിയില്ല. സഹോദരങ്ങളെ, ഇതാണ് നമ്മളെ അവസ്ഥ. ഖുർആനായിട്ടുള്ള ബന്ധം ഇത് വഹിയാണ്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഇതിനോട് നമ്മുടെ ബന്ധം എന്താണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഈ ഖുർആനുമായിട്ട് നമ്മളെ ബന്ധം നമ്മളൊന്ന് തീരുമാനിക്കണം. കാരണം ഈ വഹിയിലൂടെയാണ് ഞാനത് അവസാനിപ്പിക്കാൻ പോവാണ്. അതിലെന്താ വെച്ചാൽ മൂസാ നബി അലൈഹിസ്സലാം ഈ വഹി വിശുദ്ധ ഖുർആനാകുന്ന ഈ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ പേര് മൂസാ നബിൻ്റെ പേരാണ്. ഇത് തൗറാത്തല്ല. മൂസാ നബിക്ക് ഇറങ്ങിയ തൗറാത്താണ്, ഈസാ നബിക്ക് ഇറങ്ങിയ ഇഞ്ചീലാണ്, മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് എന്ത്, ഖുർആൻ. പക്ഷേ ഈ ഖുർആനിലെ ഏറ്റവും കൂടുതൽ പേര് മുഹമ്മദ് നബിൻ്റെ പേര് ആകെ 5 മൂസാ നബിൻ്റെ പേര് 125 വട്ടമുണ്ട് ഖുർആനിൽ. എന്താ ഈ മൂസാ നബിൻ്റെ കഥ അത്ര അധികം പറയാൻ മാത്രം? ഇത് അവസാനിപ്പിക്കാൻ പോകണം. മൂസാ നബിൻ്റെ കഥ ഇത്ര പറയാൻ മാത്രം എന്താണ് കാരണം? മൂസാ നബിൻ്റെ കഥയിൽ കുറേ പാഠങ്ങളുണ്ട്. ഇടക്കിടക്ക് മക്കയിലെ ഖുറൈശികളോട് ഒരിങ്ങനെ നബി പറഞ്ഞതൊന്നും ഒരു കേൾക്കൂല. നബിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം നബി പറയണത് ആരോടാണ്? മൂത്താപ്പാൻ്റെ മക്കൾ, എളാപ്പാൻ്റെ മക്കൾ, അയൽവാസികൾ, കുടുംബക്കാരും ഒക്കെ ചോരയാണ്. ഈ ഖുറൈശി ഗോത്രം ഇവരോടൊക്കെയാണ് ഇത് പറയണത്. പക്ഷെ അത് ഒരു കേൾക്കണില്ല. അപ്പോൾ ഒരു കേൾക്കാതെ വെക്കുമ്പോൾ നബിക്ക് സങ്കടമാകുകയാണ്, വിഷമാകുകയാണ്. അതുകൊണ്ടാണ് നബി നബിയെ താങ്കൾ ഇതൊക്കെ ഈ സന്ദേശം അവർ കേൾക്കാത്തതിൻ്റെ പേരിൽ താങ്കളുടെ ജീവൻ ഒടുക്കുന്നവനായേക്കാന്ന അത്രയും നബിക്ക് വിഷമുണ്ട് എന്ന്. അതിൻ്റെ മേലെന്ന് ചാടി താഴത്തേക്കൊന്ന് മൂണാലോന്ന് വരെ നബിക്ക് തോന്നി ഇവരിത് പറഞ്ഞേക്കായിട്ട്. അതിനാണ് ആ ആയത്തിറങ്ങിയത്. തൻ്റെ താങ്കൾ ജീവൻ ഒടുക്കുന്നവനായേക്കാം, ഇവരിത് സ്വീകരിക്കണില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ. കാരണം എന്താ, ഇവർ സ്വീകരിക്കാത്തതുകൊണ്ട് ഇവർ നീന്ന് അകന്നു പോയത് കുടുംബക്കാരും നാട്ടുകാരാണ് ഈ കേൾക്കാതെ നിൽക്കണത്. അപ്പം അത്രയും വിഷമം നബിക്കുണ്ടായിരുന്നു, അത്രയും സ്നേഹം നബിക്ക് അവരോടുണ്ടായിരുന്നു. അപ്പം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് അവർ നിഷേധിച്ചപ്പോൾ അപ്പം ഇറങ്ങണ ആയത്താണ് മൂസാ നബിൻ്റെയും ബനു ഇസ്രായേലിൻ്റെയും ആദ് സമൂദ് ഗോത്രത്തിന് നിഷേധികൾക്ക് മുമ്പ് സംഭവിച്ച പര്യവസാനം നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഖുർആൻ ഇടക്കിടക്ക് ചോദിക്കണം. അതുകൊണ്ടാണ്, കാരണം ഇവർ നിഷേധിച്ചപ്പോൾ ഓരോട് ചോദിക്കണ്, മറ്റൊരു നിഷേധിച്ചത് ഓരോ അവസ്ഥ എന്താ നിങ്ങൾ കണ്ടില്ലേ? മൂസാ നബിൻ്റെ കഥ ഇടക്കിടക്ക് പറയണ എന്താ സഹോദരങ്ങളെ? മൂസാ നബിൻ്റെ കഥയിൽ ഭയങ്കരമായ പാടുണ്ട്. നിങ്ങളിപ്പോൾ ആൾക്കാർ ചോദിക്കുമല്ലോ, എന്താണ് ഇപ്പോൾ സ്ഥിതി? ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞ് വീണ്ടും മറ്റേ നിയമമൊക്കെ ഇഞ്ഞ് വീണ്ടും വരാൻ പോവുകയാണ്. നമ്മളെ കാലൊക്കെ ഇപ്പോൾ ഏതായാലും കഴിഞ്ഞു, നമ്മളിഞ്ഞ് കുറച്ചും കൂടിയൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. നമ്മളെ കുട്ടികളൊക്കെ എന്താ അവസ്ഥ എന്തെങ്കിലും? ഓൾക്ക് വലുതാവുമ്പോൾ ഓൾക്ക് കഴിഞ്ഞ് ഇവിടെ പൗരത്വം ഉണ്ടാവുമോ, ഓൾക്ക് വോട്ടുണ്ടാവുമോ, ഓൾക്ക് ജോലി കിട്ടുമോ, ഓല് ഇവിടുന്ന് പോകേണ്ടി വരുമോ? എന്തൊക്കെ ബേജാറാണ് ആൾക്കാർക്ക് അറിയോ? ബേജാറൊക്കെ നല്ലത് തന്നെ. പക്ഷേ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കി, വിശുദ്ധ ഖുർആനിൽ ഒരു ഫിർഔൻ എന്ന് പറഞ്ഞ ആളെ പറ്റി പറയുന്നുണ്ട്. ഫിർഔൻ്റെ എന്ത് ചെയ്തു? ഫിർഔന് ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയുന്നു. അതൊക്കെ അങ്ങനെ ആലോചിക്കാൻ പറ്റുമോ? മോഡി അതൊന്നും ചെയ്യണില്ലല്ലോ.
ജനിക്കണ മുഴുവൻ. സാധാരണ ഒരു പെരയിലൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ എന്താ, അപ്പോൾ ഭർത്താവിന് പോലീസുകാർ പിടിച്ചുകൊണ്ടായി. അപ്പോൾ ആ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ പെണ്ണുങ്ങൾ എന്താ പറയുക, എൻ്റെ കുട്ടി വലുതായി വരട്ടെ എന്നാ പറയാം പ്രതികാരത്തിനേ, എൻ്റെ കുട്ടി വലുതായി വരട്ടെ എന്ന്. അവിടെ കുട്ടിയാൾ പോലും ഇല്ല, ജനിക്കണ കുട്ടിയാളെയും കൊല്ലുകയാണ്, മാപ്പിളിനെ പിടിച്ചുകൊണ്ടിരിക്കണ്, കുട്ടീനെ ജനിക്കണ ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയുക, സ്ത്രീകളെ ഉപദ്രവിക്കുക. അങ്ങനെ നിന്ദിക്കപ്പെട്ടവരും പ്രയാസപ്പെട്ടവരുമായിരുന്നു ബനു ഇസ്രായേൽ. എന്നിട്ട് മൂസ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് ആലോചിക്കുക, ആ ഒരു പീഡനത്തിലും അതിൻ്റെ ഇടയിലൊക്കെ മൂസാ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാണ്, തൗഹീദ് പറയാണ്, പ്രബോധനം നിർവഹിക്കുകയാണ്. എന്നിട്ട് വളരെ ചെറിയ ഒരു പട്ടിണി പാവങ്ങളായ ചെറിയൊരു സംഘം, അത്രയും ലൈഫീങ്ങളാണ്, ഒന്നുകൂടി ചൂടായ മാറ്റി പറയുന്ന ആൾക്കാരാ, അത്രയും ഈമാൻ കുറഞ്ഞ കൗമിൻ്റെ കൂടെയാണ് മൂസാ നബി അലൈഹി സ്വലാം നിൽക്കുന്നത്. നമുക്ക് ആ ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് അവസാനം പിടിക്കപ്പെടാൻ സമയത്ത് ഒരു പറയില്ലേ, എന്താണ്, ഫിറഔൻ്റെ മുഴുവൻ സമൂഹം, ആ ഫിറഔൻ്റെ സൈന്യങ്ങളും മൂസാ നബിൻ്റെ സംഘത്തിൻ്റെ പിന്നാലെ കൂടുകയാണ്. മണ്ടി കഴിച്ചിലായി ലാസ്റ്റ് എത്തിയതോടെയാണ് ചെങ്കടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങോട്ട് നോക്കിയാൽ ചെങ്കടൽ, ബാക്കിലേക്ക് നോക്കിയാൽ ഫിറഔനും സൈന്യവും. ഇനി ഒന്നും ചെയ്യാനില്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കഴിഞ്ഞു, ഇനി കീഴടങ്ങൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയാണ്, ഫലമ്മ തറ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. നമ്മൾ പിടിക്കപ്പെടാൻ പോവാണ് മൂസ, കഴിഞ്ഞു, നമ്മളെ പരിപാടി കഴിഞ്ഞു മൂസ, നമ്മൾ പിടിക്കപ്പെടാൻ പോവാണ്. അപ്പം ആ മൂസാ നബിൻ്റെ ഒരു മറുപടി ഉണ്ട്, അത് നമ്മൾ ഹൃദയത്തിൽ കുറിച്ചിടണം. നോക്കി നിങ്ങൾ, ഖാല കല്ല, ഇല്ല എന്നാ പറഞ്ഞത്, പിടിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാനുള്ള പവർ എന്താ നിങ്ങൾക്കറിയാം? അവിടുത്തെ അടുത്ത വാക്കാണ് ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അതിൻ്റെ അറക്കത്ത് നോക്കണ്ടി, സയഹ്ദീനി എന്നാണ്, ഒരു നൂനിന് കെസറുണ്ടാവും. അവൻ എനിക്ക് വഴി കാണിച്ച് തരുന്നതാണ്. ആ റബ്ബിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാണ്, ഒരു പിടിച്ചിട്ടൊന്നുമില്ല. പിടിക്കപ്പെടുന്നു പറഞ്ഞപ്പോൾ പെടൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹ് പറയാണ്, ആ ചെങ്കടലിൽ അടിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ശരിക്കും അള്ളാഹ്ക്കുമാണെങ്കിൽ ആകാശത്ത് കൂടെ പറത്തിക്കാണ്ട് അപ്പുറത്തേക്കാണ് കൊണ്ടിടാൻ പറ്റും അല്ലേ? ഇസ്രാ മിറാജ് നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുറാക്കിൻ്റെ മേലെയാണ് ആകാശത്തേക്ക് പോയത്. പക്ഷെ മദീനത്തേക്ക് പോയത് അങ്ങനല്ല. 3 ദിവസം കഷ്ടപ്പെട്ട് ഒളിച്ചും പാർത്തും കഷ്ടപ്പെട്ടിട്ടാണ് മദീനത്തേക്ക് പോയത്. എന്തേ? ബുറാക്കിൻ്റെ മേലെ നബീനെ മദീനയ്ക്ക് അയക്കാൻ അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടാ. അപ്പോൾ ഇതിനൊക്കെ ഒരു ലോജിക്കുണ്ട്. മറിയം ബീവി വളരെ പ്രയാസപ്പെട്ട് പ്രസവവേദന കടിച്ചമർത്തി വിശന്ന് നിൽക്കുമ്പം ആ ഈത്തപ്പനൻ്റെ മോളിൽ നിന്ന് ഈത്തപ്പന താഴത്ത് കിട്ടുകൊടുക്കാൻ പടച്ചോൻ അറിഞ്ഞൂടെ? പക്ഷെ അപ്പോഴും പടച്ചോൻ പറഞ്ഞെന്താ, ആ ഈത്തപ്പന പിടിച്ച് കുലുക്കാനാണ്. ഇപ്പം ഈ ഈത്തപ്പന നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് അറിയില്ല, നമ്മൾ ഈ കറൂത്തൻ്റെ മാതിരിയാണെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ കണ്ടപ്പോൾ ഇത് പിടിച്ച് കുലിക്കാലൊന്നും കുലുങ്ങൂലത്, അജാതിമാരാണ് ഈത്തപ്പന പറഞ്ഞാൽ. അത് കുലിക്കാലേമെന്ന് ഈത്തപ്പന ചാടൊന്നുമില്ല. പക്ഷെ മറിയം ബീവിനോട് പറഞ്ഞ പിടിച്ച് കുലിക്കാനാ, അപ്പോൾ ചാടി. ഇത് കുലിക്കാതെ ചാടിച്ചാൻ പടച്ചോൻ അറിയില്ലേ? ബുറാക്കിൻ്റെ മേലെ ഇസ്രാ മീറാജ് നടത്തിയ പടച്ചോന് നബിനെ മദീനത്തേക്ക് ബുറാക്കിൻ്റെ മേലെ കൊണ്ടുപോകാൻ അറിയില്ലേ? എന്തേ കൊണ്ടുപോകാഞ്ഞ്? ഒളിച്ചും പാർത്തും ഗുഹയിൽ നിന്നിട്ടും പേടിച്ചിട്ടും ഒക്കെയാണ് നബി മദീനത്ത് 3 ദിവസം കൊണ്ട് എത്തിയത്. അതേപോലെ അവിടെ ഒരു വടിയുണ്ട്. മൂസാ നബിൻ്റെ അടുത്ത് ആകെയുള്ള എന്താ? വടിയാണ് ആകെ മൂസാ നബിൻ്റെ അടുത്തുള്ളത്, വേറെ ഒന്നുമില്ല. ഈ ഫിറൗൻ്റെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ ഉള്ള എന്താ? വടി. ആ വടി കൊണ്ടാണ് വെള്ളത്തിൽ അടിച്ചത് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക, ബാക്കി പടച്ചോനാണ്. അവിടെ അടിച്ചാനാ പറഞ്ഞത്. ആ ചെങ്കടല് ആ അടിച്ചാൻ പറയുമ്പോൾ മൂസാ നബിക്ക് അറിയാം എത്തപ്പോഴും അടിച്ചാൽ നടക്കാൻ പോകുന്നത്. അടിച്ചപ്പോൾ 2 പിളർന്നു. അപ്പോഴും നമ്മൾ കഴിച്ചിലാവുന്നേ നമ്മൾ ആലോചിക്കണുള്ളൂ. കഴിച്ചിലായി എന്ന് മാത്രമല്ല, മറ്റവനതിൽ മുങ്ങിച്ചത്തു. എന്തൊക്കെ പരിവാരങ്ങൾ എന്തൊക്കെയായിരുന്നു അതൊക്കെ അതിൽ അമർന്നു കഴിഞ്ഞു. അപ്പോൾ പടച്ചോന് ഇതിൻ്റെയൊക്കെ മേലെ തന്ത്രം പടിയുന്നവനാണ്. ആ അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധം, അതാണ് ഒരു വിശ്വാസിയെ ഏത് പ്രതിസന്ധിയിലും. ഇതിവിടെ മൂസാ നബിൻ്റെ കഥ ഇതൊക്കെ ഇങ്ങനെ നമ്മളോട് പറയണം എന്തിനാണ്? ഇതിങ്ങനെ ഒരു മോടി വരും വിചാരിച്ചിട്ടല്ല. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നിങ്ങനെ മുട്ടി നിൽക്കുമ്പോഴും സഹോദരങ്ങളെ ഒരു നിരാശ വരാൻ പാടില്ല. എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്. ആ റബ്ബ് എൻ്റെ ഏറ്റവും വലിയ വെൽവിഷറാണ്, എൻ്റെ ഗുണകാംക്ഷിയാണ് എൻ്റെ റബ്ബ്. ഞാൻ ഏറെ സ്നേഹിക്കുന്നത് എൻ്റെ റബ്ബിനെയാണ്. അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എപ്പോഴും. നമ്മൾ സ്നേഹിക്കുന്നത് റബ്ബിനാകണം, റബ്ബാണ് നമ്മളെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ എന്തുള്ളൂ, ഏത് പരീക്ഷണം അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഒരു ബസ്സിന് കൈ കാണിച്ചു, ബസ് കിട്ടിയില്ല, നമ്മൾ ബസ്സുകാരനെ കുറ്റം പറഞ്ഞു, പടച്ചോനെ കുറ്റം പറഞ്ഞു. പക്ഷെ ബസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആക്സിഡൻ്റായി, നമ്മൾ സാധാരണ ഇരിക്കുന്ന സീറ്റിൽ ആൾ മരിച്ചു. അപ്പോഴാണ് നമ്മൾ കയറാത്തത് നന്നായി എന്ന് തോന്നുക. ആ ബസ് കിട്ടാത്തത് പടച്ചോനോട് ചെയ്ത ഉപകാരമാണ്.
അപ്പോൾ എന്താണ് നമുക്ക് ഖൈർ എന്ന് നമുക്ക് എത്ര ആളുകൾ അവരുടെ അനുഭവം പറഞ്ഞു. ഒരു ജോലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഒരു ജോലിയിൽ മൂപ്പര് കുറേ കാലങ്ങളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിക്ക് മൂപ്പര് ഇങ്ങനെ കാലങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ആ പോസ്റ്റിക്ക് അവസാനം വെച്ച് ആയില്ല. അങ്ങനെ ഭയങ്കര നിരാശക്കായിട്ട് കുറച്ച് ദിവസം നിന്നു. ഒരു 2-3 മാസം കഴിഞ്ഞേക്ക് ആ പോസ്റ്റിലുണ്ടായിരുന്ന ആളെ ആ പോസ്റ്റ് തന്നെ കമ്പനി പിരിച്ചു വിട്ടു. ആ സാധു എങ്ങാനും ആ പോസ്റ്റിലെത്തിയെങ്കിൽ ആ പോസ്റ്റ് തന്നെ പിന്നെ ഉണ്ടാവില്ല. കാരണം ആ പോസ്റ്റ് തന്നെ കമ്പനി കോവിഡ് വന്നപ്പോൾ ഒഴിവാക്കി എന്ന് പറഞ്ഞു. ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഈ കമ്പനി നിൽക്കാൻ പറ്റി. അപ്പോൾ അന്ന് ഭയങ്കര വിഷമം സങ്കടം. അത്രയും പ്രാർത്ഥിച്ചൊരു ജീവിതത്തിൽ മുമ്പ് ലക്ഷ്യമായിട്ട് കണ്ട പോസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇങ്ങനെ പേപ്പർ വർക്കും ഫയൽ വർക്കും പണിയൊക്കെ എടുത്ത് നടന്ന് ലാസ്റ്റ് ആ പോസ്റ്റിലെത്താൻ നേരത്തെ എന്തോ പ്രശ്നമായിട്ട് കിട്ടിയില്ല. അത് കിട്ടിയിട്ട് ഭയങ്കര നിരാശയിലും സങ്കടത്തിലും നിൽക്കുമ്പോൾ ആ പോസ്റ്റ് ആ കമ്പനി ഡിസോൾവ് ചെയ്തില്ല, ഉണ്ടാക്കി താളെ പിരിച്ചിട്ട്. അപ്പോഴാണ് വില മനസ്സിലായി പോസ്റ്റ് കിട്ടാത്തതിൻ്റെ. പണിയോട് പോയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു കാര്യം വരുമ്പം അത് ആത്യന്തികമായി നന്മയാണോ തിന്മയാണോ എന്ന് നമ്മൾക്കല്ല തീരുമാനിക്കാൻ കഴിയുക. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് വന്നതെന്തും നന്മയാണ് എന്ന് റബ്ബിനെപ്പറ്റി ഒരു ഗുണകാംക്ഷ ഉള്ളവനെ അത് പറയാൻ വിശ്വസിക്കാൻ പോയിക്കൊള്ളൂ. എൻ്റെ റബ്ബിനോട് അങ്ങനെ ചെയ്യൂല, അങ്ങനെ സംഭവിച്ചണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഹൈറുണ്ടാവും എന്നൊരാൾക്ക് പറയാൻ പറ്റണമെങ്കിൽ അത്രയും ബന്ധം പടച്ചോനേറ്റ് വേണം. ആ ബന്ധമാണ് ഈ ജീവിതം, ആ ബന്ധമാണ് ഈ നിസ്കാരം, ആ ബന്ധമാണ് ഈ നോമ്പ്, ആ ബന്ധമാണ് ഈ ഖുർആൻ, ആ ബന്ധമാണ് ഈ വഹി. അതല്ലാതെ ഐ ലവ് അള്ളാ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാലോ മാഷാ അള്ളാ എന്ന് ഒട്ടിച്ചാലോ ഐ ലവ് അള്ളാ എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാലോ ഐ ലവ് മൈ നബി എന്ന് പോസ്റ്റ് ഇട്ടാലോ ആ ബന്ധം ഉണ്ടാവില്ല. ആ ബന്ധം എങ്ങനെ ഉണ്ടാവുള്ളൂ? അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ ബന്ധം ഈ വഹി ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഖുർആൻ പഠിക്കുമ്പോൾ, ഈ ഹദീസ് പഠിക്കുമ്പോൾ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പം, അതിൻ്റെ ആളായി ജീവിക്കുമ്പം, അത് പ്രബോധനം ചെയ്യുമ്പം, അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം, അതിലുണ്ടാകുന്ന പ്രതിസന്ധികൾ വരുമ്പം അതിൽ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഇതിനൊക്കെ പ്രതിഫലം എനിക്ക് എൻ്റെ റബ്ബ് തരുമെന്ന ഒരു ബോധത്തോടുകൂടി അവസാന ശ്വാസം വരെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞ പോലെ 2 കാലും സ്വർഗത്തിൽ ആയി എന്ന് ഉറപ്പാകുന്നത് വരെ ഈ പരിശ്രമം തുടർന്നു കൊണ്ടേയിരിക്കുക. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും തളരാതെ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച്, അള്ളാഹുവിനെ മാത്രം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച്, ആ അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിൽ മുഴുവൻ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അള്ളാഹു കൂടെയുണ്ട് എന്ന അള്ളാഹുവിൻ്റെ സഹായം അത് നമുക്ക് കിട്ടും. അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കും. അതല്ലാതെ ഈ ലോകത്തെ ഈ ദുനിയാവിലെ എന്തൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒന്നും നമ്മുടെ മനസ്സിനെ ആത്യന്തികമായി തൃപ്തിപ്പെടുത്തൂല. ഒരു ലാസ്റ്റ് അനുഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇപ്പോൾ MDM എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. കൊക്കൈനേക്കാളൊക്കെ ഏറ്റവും സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് അടിച്ച ആളോട് ചോദിച്ചാൽ പറയാം, ഒരു കഞ്ചാവൊക്കെ അടിച്ചാൽ കുറച്ചേരം ഉണ്ടാവുള്ളൂ, ഇത് അടിച്ചാൽ 2 ദിവസം 3 ദിവസമൊക്കെ നിൽക്കുന്നതാണ് എൻ്റെ ഉസാറ്. നിങ്ങൾ ആലോചിച്ച് ഉറക്കം കൂടി ഉണ്ടാവില്ല, അങ്ങനെ കിക്കായി നിൽക്കുന്നു. 2 ദിവസമൊക്കെ ഒരാൾ കിക്കായി നിൽക്കുക. MDM അടിച്ചാൽ ഇത്തിരി MDM അടിച്ചാൽ. എന്നിട്ട് അടിച്ച ഒരാൾ എന്താ കാട്ടീനറിയോ? 5ാമത്തെ നില ഹോസ്പിറ്റലിൽ മേലെ കയറിയാണ് താഴത്തേക്ക് ചാടുമാറ്. ഞാൻ ചാടാൻ പോവുകയാണ്. എന്നിട്ട് ഫയർ സർവീസൊക്കെ വന്ന് താഴത്ത് വലിയും കെട്ടിങ്ങ നട്ടപ്പായിരിക്കും നിൽക്കുക. എന്ത് MDM അടിച്ചവനാണ് ഇപ്പോൾ, ഓൻ്റെ സന്തോഷമാണ് ഇപ്പം അതിൻ്റെ മേലെ പോയിട്ട് ചാടി മരിക്കാൻ പോകാത്ര. എന്നിട്ട് ഓൻ്റെ വാപ്പാനെ വിളിച്ചപ്പോൾ ഓൻ്റെ വാപ്പ പറയാണ്, അങ്ങനെ ഒരു മകല്ല, ഓൻ ചാടി ചത്തോട്ടെ. ഒരു ബാപ്പ മകനെ പറ്റി അങ്ങനെ ചാടി ചത്തോട്ടെ എന്ന് പറയണമെങ്കിൽ ഓൻ്റെ ദുൽമ എത്രയ്ക്കാരം. അപ്പോൾ നമ്മൾ സൈക്യാട്രിസ്റ്റിനോട് ചോദിച്ചു എന്താ സംഭവം. ഇപ്പോൾ സൈക്യാട്രിസ്റ്റ് പറഞ്ഞാൽ എന്താ പറയുക, ഈ MDM ഒക്കെ അടിച്ചാൽ സന്തോഷമൊക്കെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ സങ്കടവും ആത്മഹത്യക്കാരൻ. കാരണം ഈ സന്തോഷത്തിനൊരു പരിധി ഉണ്ട്. ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു സാധനം തലച്ചോറിൽ വരുമ്പോഴാണ് ഈ സന്തോഷം കിട്ടണേ. അത് നമുക്ക് ബിരിയാണി തിന്നാൽ തന്നെ കിട്ടും, മന്തി തിന്നാൽ, നല്ലൊരു മന്തി തിന്നാൽ തന്നെ നമുക്ക് കുറച്ച് ഡോപ്പമൈൻ വരും അല്ലേ. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുമ്പോൾ ചെറിയ ഡോപ്പമൈൻ വരും, സന്തോഷം കിട്ടും. പക്ഷേ ഇതിൻ്റെ അളവ് കൂടും. MDM ഇത് ഒന്നായിട്ട് ചെറ പൊട്ടിയമാതിരി ഡോപ്പമീൻ വരും. പിന്നെ വരാല്ല ഡോപ്പമീൻ കഴിഞ്ഞ്. ഡോപ്പമീനൊക്കെ ഒരു കണക്കില്ലേ, അത് അന്ന് കഴിഞ്ഞാൽ പിന്നെ നിരാശീകാരം. പിന്നെ ഇപ്പം നിങ്ങൾ ഈ ലോകത്തിൽ ഈ ലക്ഷറി ആസ്വദിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കി, ഈ കുറേ സന്തോഷം ഉണ്ടായാൽ പിന്നെ ഇങ്ങനെ നിൽക്കൂല, അത് താവും താഴത്തേക്ക്.
കാരണം അതിനൊരു ലെവലുണ്ട്. ഈ ദുനിയാവിൽ ഡോപ്പമിനൊരു കണക്കുണ്ട്. ഡോപ്പമിന് കണക്കില്ലാത്ത ഡോപ്പമിന് സ്വർഗത്തിലാണ് വരിക. ദുനിയാവിലെ തലച്ചോറിൽ കണക്കില്ലാത്ത ഡോപ്പമിൻ വരൂല. അത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. അതുകൊണ്ട് എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ ലക്ഷറി ആസ്വദിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ നിരാശ വരും. നിങ്ങൾ നല്ല കായ് മുടക്കിയിട്ട് പുതിയൊരു ഐഫോൺ 14 വാങ്ങി, കുറച്ച് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഐഫോൺ 15 വരും. ഇതിനേക്കാൾ ഫീച്ചേഴ്സ് ഉണ്ടാവും, സങ്കടം വരും. നമ്മൾ 2-3 കോടി റുപ്യ ചിലവാക്കി ഒരു കൂട്ടി നല്ലൊരു വണ്ടി ലംബോർഗിനി വാങ്ങണം വിചാരിച്ച് പുതിയൊരു ലംബോർഗിനി വാങ്ങി. 6 മാസം കഴിഞ്ഞേക്ക് പുതിയ ലംബോർഗിനി ഇറങ്ങി, ഓട്ടോമാറ്റിക്. അത്ര നമ്മൾ ഉമ്മാൻ്റെ പേരെന്ന് അടിച്ചെടുത്ത ഉമ്മാൻ്റെ പേരയിൽ പോയി നിൽക്കും, ബാക്കിൽ ഇരുന്നാൽ മതി. അപ്പം നമ്മൾ ലംബോർഗിനി ഇപ്പം ഞാൻ എന്താ കാട്ടുക? നിരാശയായി. 6 മാസം കൊണ്ട് 4 കോടി പോയി. ദുനിയാവിൽ അങ്ങനെയാണ്. ദുനിയാവിൽ എന്ത് ലക്ഷറിക്കും അതിൻ്റെ അപ്പുറത്ത് വേറെ സാധനം വരും. കുറച്ച് കഴിഞ്ഞാൽ മുടക്കിയ പൈസ ഫീലിംഗ് ആവും. ഫീലിംഗ് ഇല്ലാത്ത ലക്ഷറി, നിരാശ ബാധിക്കാത്ത ലക്ഷറി, അത് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് MDMഉം ഈ ദുനിയാവിൻ്റെ പളവളപ്പൊന്നും കണ്ടിട്ട് അത് ആസ്വദിക്കണമെന്ന് കണ്ടിട്ടൊന്നും നമ്മൾ ബേജാറാണ്ട ഒരു കാര്യമില്ല. അതിനൊക്കെ ഒരു പ്ലാറ്റുണ്ട്, ഒരു ഏജ് ഉണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ അത് നിൽക്കും. ഒരു പ്രായത്തിൽ ആസ്വദിച്ച ആസ്വാദനങ്ങൾ ഒരു പ്രായം കഴിയുമ്പോൾ ആസ്വദിക്കാൻ പറ്റില്ല. എല്ലാത്തിനും കുറേ ലിമിറ്റേഷൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ലൊരു ബിരിയാണി, നല്ലൊരു മന്തി നമുക്ക് ഇഷ്ടമാണെങ്കിൽ, മന്തി എന്ന് പറയണത് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ഈ നേരം ആയതുകൊണ്ട് കേട്ടോ, നല്ലൊരു മന്തി നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ മന്തി ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് അതിങ്ങനെ സെറ്റപ്പാക്കി ഇങ്ങനെ ഒരു ഓർഡർ ചെയ്ത് 5 മണിയായപ്പം 6 മണിയായപ്പം ഡെലിവറി ബോയ് വന്ന് അതിൻ്റെ ഒരു മണക്ക് വന്ന് നോമ്പറന്നിട്ട് തിന്നണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ നമ്മളെ വാപ്പാക്ക് നെഞ്ഞുവേന ഇളകിയാൽ, നമുക്ക് തന്നെ നെഞ്ഞുവേന ഇളകിയാൽ ആ ബിരിയാണി 10 മണി വരെ അങ്ങനെ നിൽക്കും. പിന്നെ അതൊക്കെ ഒന്ന് തീരുമാനമായി, അറ്റാക്കില്ല, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് വന്നിട്ടേ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആ ബിരിയാണി എന്നുള്ളൂ. ബിരിയാണി അവിടെ ഉണ്ട്, നല്ല മന്തിയാണ്, മാണ്ട. എന്തേ സഹോദരങ്ങളെ, എന്ത് മാറ്റാണ്ടായത്? ഒരു ചെറിയ പ്രശ്നം നമ്മളെ മനസ്സിൽ വന്നു, നമ്മൾ ആസ്വാദന ശേഷി നഷ്ടപ്പെട്ടു. ഇതാണ് ദുനിയാവ്. ദുനിയാവിൻ്റെ ആസ്വാദനങ്ങൾക്ക് പരിമിതികളുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് പരിമിതികളില്ലാത്ത ലക്ഷറി, പരിമിതികളില്ലാത്ത ആസ്വാദനം അത് ദുനിയാവില്ല, അത് ആഖിറത്തിലാണ്. അതിന് കിട്ടാനുള്ള പണിയെടുക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പാണ് ഈ ജീവിതം. അതിന് മാക്സിമം പണിയെടുത്തിട്ട് മാക്സിമം പടച്ചോൻ്റെ തൃപ്തി നേടി ഈ സിറാത്തുൽ മുസ്തഖീമിൽ ഇങ്ങനെ നിന്ന് ഈ ഖുർആനും ഹദീസും പഠിച്ച് അത് പഠിപ്പിച്ച് അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് നമ്മളതിൻ്റെ ആളായി. ആരെങ്കിലും അങ്ങനെയല്ല ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുമ്പോൾ ഓനോട് സലാം പറഞ്ഞ് ക്ഷമിച്ച് ഇതിൽ ഉറച്ച് നിന്നാൽ, അവസാന നിമിഷം വരെ ഇതിൽ നിന്നാൽ ഓനതിനുള്ള തൗഫീഖ് ഉണ്ടാവും. അള്ളാഹു നമ്മളതിൽ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.